ഹലോ, അസ്സാം വലൈക്കും വറഹമത്തുള്ള. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു മദീനയിൽ തബൂക്ക് പോണ ഒരു ട്രാവലിംഗ് വീഡിയോ ആണ് കേട്ടോ. അത് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുള്ളൂ. നമ്മൾ മദീനയിൽ നിന്ന് തബൂക്ക് നമ്മൾ മദീന സന്ദർശനം കഴിഞ്ഞിട്ടാണ് തബൂക്കിലേക്ക് പോകുന്നത്. നമ്മൾ തബൂക്കിലാണ് അന്ന്, അവിടെയാണ് ഞങ്ങളെ റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളത് പോണ വഴിക്കന്ന് എടുത്തതാണ്. നമ്മൾ ഒരുപാട് കുന്നും മലകളും മണൽ എന്താ പറയുക മണലുകളും നിറഞ്ഞൊരു ഒരുപാട് ദൂരം അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ ഓരോരോ കുന്നിങ്ങനെ കാണണം. പാറക്കുന്നുകളുണ്ട്, മണൽക്കുന്നുകളുണ്ട്, പിന്നെ നമ്മളെ ടാറിങ് കുന്നുകൾ, ടാറിൻ്റെ അതുപോലത്തെ കല്ലുകളും കുന്നുകളും, അങ്ങനെ ഒരുപാട് കുന്നും മലകളുണ്ട്. അപ്പം ഞാനിങ്ങനെ അതിൻ്റെ നടുവ് കൂടെ നമ്മൾ പോവുക. ചില സ്ഥലത്ത് കറണ്ടൊക്കെ ഉണ്ട്, ചില സ്ഥലത്ത് കറണ്ട് കിട്ടൂല, നെറ്റില്ല, ചില കുറച്ച് ഭാഗങ്ങളിൽ ഗ്രാമങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 600-700 കിലോമീറ്ററോളം ഉണ്ട് മദീനയിൽ നിന്ന് തബൂക്ക്. ഞങ്ങളൊരു ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ അതിങ്ങനെ വെറുതെ കുറച്ച് ഭാഗങ്ങൾ എടുത്തതാണ് ഞാൻ. പിന്നെ ഒട്ടകങ്ങളുണ്ട്, വെള്ള ഒട്ടകമുണ്ട്, പിന്നെ നമ്മളെ സാധാ ഒട്ടകങ്ങളുണ്ട്. അങ്ങനത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുതന്നെയാണ് മെയിൻ കാഴ്ചകൾ. പിന്നെ കുറേ കാടുകളോ അങ്ങനെയൊന്നുമില്ല. കുറച്ച് മദീനയിൽ നിന്ന് കുറച്ച് കണ്ട് കഴിഞ്ഞാൽ കുറച്ച് ഭാഗങ്ങൾ മാത്രം കുറച്ച് കാരയ്ക്ക്, മൈലാഞ്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ഭാഗം ഇതുപോലെ തന്നെയാണ്. പിന്നെ ഡുബ്ബ എന്ന് പറയുന്ന സ്ഥലമാണ് കുറച്ചൊരു നല്ലൊരു അങ്ങാടി ഉള്ളത്. ഡുബ്ബ അങ്ങനെ പറയല്. അപ്പോൾ അവിടെയാണ് കുറച്ച് അങ്ങാടി ഉള്ളത്. ബാക്കിയുള്ളതൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരുപാട് ദൂരം ഇതുപോലെ ഒന്ന് ആലോചിക്കാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോകണം. നമുക്ക് ഒറ്റയ്ക്ക് കാറായിട്ടൊക്കെ പോകാൻ പേടിയേക്കാരം കേട്ടോ. പിന്നെ സൗദി ആയതുകൊണ്ട് വലിയ പേടിക്കാനൊന്നും ഇല്ല എന്നൊക്കെ പറയും ഇവരൊക്കെ. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയും. പിന്നെ നമുക്ക് ഇടയിലൊക്കെ ഒരു വെള്ള ടാങ്ക് ഇങ്ങനെ കാണും യാത്രയിൽ. അപ്പോൾ അതിലൊക്കെ അവർ വെള്ളം നിറച്ച് വെച്ചതാണ്, നമുക്ക് ഉളെടുത്ത് നമസ്കരിക്കാനും. അങ്ങനെ ഈ കാണുന്നതൊക്കെ ഉപ്പാണ് കേട്ടോ. ഉപ്പിൻ്റെ മണൽത്തരികളുണ്ട് അവിടെ എന്നാണ് പറയണത്. അപ്പോൾ കടൽ അതിൻ്റെ ഏതോ ഒരു സൈഡിലുണ്ട് എന്നാണ് അവരൊക്കെ പറയണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വീഡിയോയിൽ ഇത് മുഴുവനും വീഡിയോ മുഴുവനും ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ ഒട്ടകം നിൽക്കണുണ്ടോ? ഇങ്ങനെ സൈഡിൽ കൂടി കുറേ ദൂരമൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം വണ്ടി നമ്മളെ ബസ് 120 സ്പീഡിലൊക്കെയാണ് പോണത്. അത് നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയുന്നില്ല. എന്താ സ്പീഡ് അറിയോ? അപ്പോൾ ഇനി വീഡിയോ നമുക്ക് ഫുള്ളായിട്ട് കാണട്ടോ. ഇതൊക്കെ ഓരോ പാറക്കുന്നുകളാണ്. ഇത് നമുക്കൊരു മെമ്മറിയാണ്. നമ്മളെ ഈ വീഡിയോ എടുത്തുകൊണ്ട് നമ്മൾ യൂട്യൂബിലവിടെ ഇട്ട് വെച്ചാൽ നമുക്ക് ആവശ്യമാകുമ്പോൾ കാണാമല്ലോ. ഇവിടെയൊക്കെ കറണ്ട് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കാല് കാണുന്നുണ്ടല്ലേ. ഞങ്ങൾ രാവിലെ 10 മണിക്ക് കയറിയിട്ട് വൈകിട്ട് 8 മണിക്കാണ് ഞങ്ങൾ തബൂക്കിലെത്തുന്നത്. അതിൻ്റെ ഇടയിൽ 1-2 സ്ഥലത്ത് മാത്രമേ വണ്ടി നിർത്തിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഓട് തന്നെയായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട് കേട്ടോ കുറേ ടാങ്കർ, കുറേ ബസ്സുകൾ, കാറുകൾ ഒക്കെ നമ്മളെപ്പോലെ യാത്രക്കാർ തന്നെയാണ്. കണ്ടോ വെള്ള ടാങ്കുകളൊക്കെ ആ ഭാഗത്തൊക്കെ കാണുന്നുണ്ടല്ലേ, ഇടത് സൈഡിലൊക്കെ.
അതാ ഞാൻ പറഞ്ഞത്, വെള്ള ടാങ്ക് വെച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഒട്ടകം ഓടുന്നുണ്ടോ, കണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.